ഹലോ, അപ്പം നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന +1 ബയോളജിയിലെ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ടോപ്പിക്സ് നിങ്ങൾ എന്തായാലും മറക്കാതെ പഠിച്ചിരിക്കുക. ഇത് നോക്കാതെ നിങ്ങൾ എക്സാമിന് ഒരിക്കലും പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന്. യെസ്, നമ്മുടെ ബ്ലഡിലെ പ്ലാസ്മ പ്രോട്ടീൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ് ആൻഡ് ഓൾസോ ഫോംഡ് എലമെന്റ്സ്, നമ്മുടെ ബ്ലഡ് സെൽസിനെ പറ്റി നമുക്ക് പഠിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോകാൻ പാടുള്ളൂ. ആൻഡ് ബ്ലഡിന്റെ ഗ്രൂപ്പിംഗ്, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് വരുന്നുണ്ട്. ആൻഡ് മെറ്റേണൽ RH ഇൻകോമ്പാറ്റബിലിറ്റി നമ്മൾ എന്തായാലും പഠിക്കുക. അതിൽ വരുന്ന ഡിസീസ് ആണ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്ന ഡിസീസ്. ആ ഡിസീസിനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. ആൻഡ് കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്, ബ്ലഡിന്റെ ക്ലോട്ടിങ് എങ്ങനെയാണ് മക്കളെ നടക്കുന്നത്, ആ ഒരു ഫ്ലോ ചാർട്ട് തന്നെ മക്കൾ പഠിച്ചിട്ട് പോവുക. ആൻഡ് ഹാർട്ടിന്റെ നമ്മുടെ പാർട്സ് എന്തൊക്കെയാണ്, അതുപോലെ വാൽവ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് പഠിക്കണം. ആൻഡ് ഒറിജിൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് ഹാർട്ട് ബീറ്റ്, നമ്മുടെ SA നോഡിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ പുർക്കിഞ്ചി ഫൈബേഴ്സിൽ അവസാനിക്കുന്നതാണ് നമ്മുടെ ആ ഒരു ഹാർട്ട് ബീറ്റിന്റെ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതും ആ ഒരു ഫ്ലോ ചാർട്ടിലൂടെ തന്നെ മക്കൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ദെൻ കാർഡിയാക് സൈക്കിൾസിൽ നമുക്ക് സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ ആണ് വരുന്നത്. ആൻഡ് നമുക്ക് ECG, മക്കളെ ആ ECGന്റെ പിക്ചർ അടക്കം തന്നെ പഠിക്കണം. അതിൽ P വേവ്, QRS കോംപ്ലക്സ് ആൻഡ് T വേവ് വരുന്നുണ്ട് അല്ലെ. ആ 3 വേവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ആൻഡ് അടുത്തതായിട്ട് വരുന്നതാണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ പൾമണറി സർക്കുലേഷൻ ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ, ഈ സർക്കുലേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കണം. ആൻഡ് പോർട്ടൽ സിസ്റ്റം, നമുക്ക് അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നതാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ മയോജനിക് ഹാർട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹാർട്ടിന് തന്നെത്താനെ പ്രവർത്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടല്ലേ. അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ എന്തായാലും വിട്ടുപോകാതെ പഠിക്കുക. ഇതിൻ്റെയോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ് ഈ ഹാർട്ടുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്തത്. ഓക്കെ അല്ലേ?